സ്തോത്രം. Praise be to the Lord. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. For the marvelous opportunity the Lord has prepared, you not to be in the midst of the people of God. I thank the Lord once again. നാം എപ്പോൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമോ അപ്പോഴെല്ലാം ദൈവം തന്റെ മഹത്വമുള്ള സാന്നിധ്യം നൽകി നമ്മെ ബലപ്പെടുത്തുന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു. I praise the Lord. Whenever we gather in the presence of God, the Lord is blessing us by showering upon His marvelous presence. ഇന്ന് രാത്രിയിലും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ സർവശക്തനായ ദൈവം തന്റെ വചനത്താൽ നമ്മെ പോഷിപ്പിക്കും. Even tonight, if we keep ourselves in the presence of God in the spirit of prayer, the Almighty God will supply His heavenly word and bless us copiously. കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന ആരെയും കർത്താവ് നിരാശപ്പെടുത്തി അയക്കുന്ന ദൈവമല്ല. Our God shall never leave the people off, be frustrated, whoever comes to the presence of God. കർത്താവ് തന്റെ അനുഗ്രഹങ്ങൾ സിയോനിൽ നിന്ന് നമ്മുടെ മേൽ വർഷിപ്പിക്കുമാറാകട്ടെ. May the Lord shower His blessings upon us from Zion. ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. For tonight's meditation, let us move on to the Gospel according to John. Read chapter 14, the first 3 verses. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. കലങ്ങിയ അനുഭവത്തിലായിരിക്കുന്ന ശിഷ്യന്മാരെ നോക്കി നിങ്ങൾ കലങ്ങിപ്പോകരുത് എന്ന് അരുളി ചെയ്ത അരുമനാഥനായ യേശുവിന്റെ ശബ്ദമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. In this passage we come across the very statement made by the beloved Lord Jesus Christ, who said to His disciples who were in troubled state, let your hearts not be troubled. ദുഃഖത്തോടെ, ഭാരത്തോടെ, വേദനയോടെ ആരെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. With the sorrow, with the anguish, with the misery, with the pain, if anybody is listening to the word of God tonight, indeed the Lord is going to comfort you. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഈ വാക്കുകൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് വിരിച്ചൊരുക്കിയ വൻ മാളിക മുറിയിൽ വെച്ച് കർത്താവ് പറയുന്ന വാക്കുകളാണ്. The chamber that was prepared, it is in the same. Lord Jesus Christ was pronouncing these words. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് യേശു പറയുമ്പോൾ അത് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളായിരുന്നു. Let your heart not be troubled. This statement is uttered to the disciples by the Savior. ദൈവത്തിന്റെ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ നമുക്കത് വായിപ്പാൻ സാധിക്കും. Coming to John's Gospel chapter 13, the introductory part, we come to notice the same. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ അതിന്റെ 18-ാം അധ്യായം വരെ നാം പഠിക്കുമ്പോൾ അത് ഒരൊറ്റ രാത്രിയിൽ സംഭാഷിച്ച വാക്കുകളാണ്. As we go through the John's Gospel, chapters 13 to 18, we come across all the incidents which have been mentioned there took place overnight. ആ രാത്രിയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് സംസാരിക്കുന്ന ഒരു ഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. In 1 Corinthians chapter 11 verse number 23, Saint Paul speaks about the same night. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി എന്നാണ് വിശുദ്ധ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്. Saint Paul speaks about the same night, the night in which Lord Jesus Christ was betrayed. അല്ലെങ്കിൽ നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെടുന്നതിന്റെ തലേ രാത്രിയിലെ സംഭവമാണ് ആ വേദഭാഗത്തിൽ നാം കാണുന്നത്. In other words, the event that took place in the penultimate night of the day that Lord Jesus Christ was crucified. നാളെ യേശുവിന് എന്താണ് സംഭവിപ്പാൻ പോകുന്നത് എന്ന് യേശു നന്നായി അറിഞ്ഞിരുന്നു. Jesus was fully aware as to what was at stone for him the following day. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. John's Gospel chapter 18 verse number 4, we read about it. യോഹന്നാന്റെ സുവിശേഷം 18-ന്റെ 4-ാം വാക്യം. Chapter 18 verse 4. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God.
തനിക്ക് നേരിടുവാൻ പോകുന്നത് എല്ലാം നന്നായി അറിഞ്ഞ യേശുവിനെ നമുക്ക് അവിടെ കാണാം. In this passage we notice the Lord Jesus Christ who has known everything that's going to befall him. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിപ്പാൻ പോകുന്ന ആ ദാരുണമായ അന്ത്യം യേശു നന്നായി അറിഞ്ഞിരുന്നു. The wretched end the Lord Jesus Christ was going to meet, he was fully aware of the same. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ ആ നാഴിക യേശു വ്യക്തമായി അറിഞ്ഞു. Coming to John's Gospel chapter 12 verse number 18, Lord Jesus Christ was highly aware of the same watch. അതിന്റെ 23-ാം വാക്യം. Verse 23. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. നാഴിക വന്നിരിക്കുന്നു. The hour has come. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God who is listening to the word of God tonight, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സംഭവിപ്പാൻ പോകുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട്, in clear terms understanding what's going to take place to our Lord and Savior Jesus Christ, ശിഷ്യന്മാരോട് അത് യേശു സംഭാഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, as Lord Jesus Christ was discussing of the same with his disciples, ജീവിതത്തിൽ കലങ്ങുന്ന അവസ്ഥയിലായിരിക്കുന്ന ശിഷ്യന്മാരെ നോക്കി യേശു പറയുന്ന ഒരു വാക്കാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. looking unto the disciples who were in a troubled state of mind, Lord Jesus Christ just gives them the optimistic note, let your heart not be troubled. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ നന്നായി ഗ്രഹിച്ചുകൊള്ളുക, നമ്മുടെ കലങ്ങി മറിയുന്ന അവസ്ഥയിൽ നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. Beloved ones who are listening to the voice of God tonight, you have to bear in mind there is a Lord who is able to comfort you and deliver you if you are in a troubled state of mind. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട കലങ്ങിയ അവസ്ഥയിൽ ആരെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്നു എങ്കിൽ, Is there anyone who is listening to the word of God being thwarted because of many things in life? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. Holy Spirit of God exhorts us, be not worried about anything. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Let your heart not be troubled. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കലങ്ങാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില അറിവുകൾ നമുക്കുണ്ടായിരിക്കണം. In our personal life, in order not to be troubled, we have to possess certain personal understandings. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നമ്മുടെ യേശു ക്രിസ്തു കലങ്ങരുത് എന്ന് ശിഷ്യന്മാരോട് പറയണമെങ്കിൽ ശിഷ്യന്മാർ ആ കലങ്ങരുത് എന്ന് അറിയുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ ചില അറിവുകൾ സമ്പാദിക്കണമായിരുന്നു. Lord Jesus Christ here says to the disciples, let your heart not be troubled. The disciples should come to a state in which their heart should not be troubled. They should have occupied a few attributes, understanding about the master. പ്രധാനമായി 4 അറിവുകൾ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവരുടെ സകല കലക്കങ്ങളും അവരെ വിട്ടു മാറുന്നു. Importantly, as the disciples develop 4 branches of understandings, they'll be completely liberated from the clutches of the trouble. നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ കലക്കങ്ങൾ, അധൈര്യങ്ങൾ ഒക്കെയും നമ്മെ വിട്ടു മാറണമെങ്കിൽ ഈ അറിവുകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. In our personal life too, if we must be freed from this kind of trouble and discouragement, we too must win over these understandings in our life. വളരെ വേഗത്തിൽ നമുക്കത് ചിന്തിക്കാം. In quick terms, let's go through the same. ഒന്നാമതായി ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. The first context as we go through the word of God, John's Gospel chapter 14, the second verse. 2-3 വാക്യങ്ങൾ. Let's go through verses 2 and 3. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. I go to prepare a place for you. ഒന്നാമത് നാം അറിയേണ്ടുന്നത്, യേശു പറയുന്നു, ഞാൻ പോകുന്നു. Fundamentally, we must be aware Jesus says, I go. ഈ അറിവ് ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല. Disciples did not have this understanding. അതിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, Same chapter, verse number 5. നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. Lord, we do not know whether thou goest. അതിന്റെ 5-ാം വാക്യം. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. Lord, we know not whither thou goest.
പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? If so, how could we know the way? ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, inclining to the word of God tonight, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എവിടേക്കാണ് പോയത്? our Lord Jesus Christ, where did he go? അവൻ പോയതിന്റെ ലക്ഷ്യം എന്താണ്? What is the purpose of his ascension? അത് ഒരു വ്യക്തി അറിയുമെങ്കിൽ If a person comes to know about the same, അവരുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് കാരണമില്ല. there's no space for frustration in his life. അവരുടെ ജീവിതത്തിൽ കലക്കത്തിന് കാരണമില്ല. There's no room for trouble in his life. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഓരോന്നോരോന്നായി ആ വിഷയത്തെ പറ്റി നാം ചിന്തിപ്പാൻ ആരംഭിക്കുമ്പോൾ When we think deeply, consider the same subject one after another. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പോയത് ഒന്നാമത് ഗോൽഗോഥാവിലേക്കാണ്. First, our Lord Jesus Christ went to Golgotha. ദൈവത്തിന്റെ വചനത്തിൽ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. In the scripture, Apostle Peter speaks about the same in a detailed manner. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. 1 Peter chapter 2, verse number 24. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. ഇവിടെ നമ്മുടെ കർത്താവായ യേശു നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി. In this passage we read, our Lord Jesus Christ bore our sins and he climbed on the tree. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Coming to John's Gospel, chapter 19, verse number 17. നമ്മുടെ കർത്താവായ യേശു ഗോൽഗോഥാവിലേക്ക് പോയി. Our Lord Jesus Christ went to Golgotha. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഗോൽഗോഥ മലയിൽ യേശു ക്രിസ്തു ഇരു കള്ളന്മാരുടെ നടുവിൽ തൂക്കിലേറ്റപ്പെടുന്നു. Lord Jesus Christ was hanged between two malefactors upon this Golgotha. അവിടെ വെച്ച് യേശു പിതാവിനെ നോക്കി പറയുന്ന ഒരു വാക്കുണ്ട്. There's a statement uttered by the Lord, the same point unto the Father. പിതാവേ, സകലതും നിവൃത്തിയായി. Lo, Father, it is finished. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God who is hearing the word of God tonight, ഞാൻ പോകുന്നു എന്ന് അരുളി ചെയ്ത യേശു നേരെ പോയത് ഗോൽഗോഥാവിലേക്കാണ്. the very Lord Jesus Christ said, let me go. Straight away he went to Golgotha. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി. Bearing our sins, he moved on to the cross. ഒരു പാപിക്ക് വേണ്ട ശിക്ഷ യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. Lord Jesus Christ undertook in his own body the chastisement meant for a sinner. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ദുഃഖങ്ങളെ കണ്ടിട്ട് ആളുകൾ പറയുന്ന വാക്ക് പ്രവാചകനായ യെശയ്യാവ് ആത്മാവിൽ വിളിച്ചു പറയുന്നു. On see the miseries inflicted on the body of Lord Jesus Christ, people come out with their sorrowful comments which are mentioned by prophet Isaiah in the prophecy. നാം ധരിച്ചു പിതാവായി ദൈവം അവനെ ശിക്ഷിച്ചു. We thought the heavenly Father punished him. ദൈവം അവനെ അടിച്ചു. God smote to him. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് പ്രവാചകൻ ആത്മാവിൽ രേഖപ്പെടുത്തുന്നു. In the spirit the prophet makes clear what happened. However, യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, coming to Isaiah chapter 53, verse number 4. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. He himself bore our sicknesses. അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. He bore our own pains. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. By his stripes we have been healed. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. നമ്മുടെ കർത്താവായ യേശു ഗോൽഗോഥാവിലേക്ക് പോയി. Our Lord Jesus Christ moved on to Golgotha. നമ്മുടെ പാപത്തിന് വേണ്ട ശിക്ഷ യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. The chastisement of our sins, Lord Jesus Christ bore upon his body. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. The punishment meant for our peace cast upon him. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. Let's close our eyes for a moment. എല്ലാ കരങ്ങളും ദൈവത്തെങ്കിലേക്ക് ഉയർത്തുവാൻ ഞാൻ ആത്മാവിൽ ആവശ്യപ്പെടുന്നു. In the spirit, let me request you to lift up your hands unto heaven. കരങ്ങൾ ഉയർത്തുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, Before lift your hands, let me ask you, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് 2000 years ago,
എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കാൽവറിയിൽ മരിച്ചത്. It is for my salvation Lord Jesus Christ died on Calvary. എന്റെ പാപത്തെ ചുമന്നുകൊണ്ടാണ് യേശു കാൽവറിയിൽ കയറിയത്. Bearing my sins Lord Jesus Christ moved on to Calvary. എന്റെ സമാധാനത്തിനുള്ള ശിക്ഷയാണ് യേശു കാൽവറിയിൽ എടുത്തത്. Lord Jesus Christ took upon himself the chastisement meant for my peace. അത് വിശ്വസിക്കുന്നവർ മാത്രം തങ്ങളുടെ കരങ്ങൾ ഉയർത്തട്ടെ. Those that believe only, please lift up your hands. അതേ നമ്മുടെ കർത്താവായ യേശു കാൽവറിയിൽ സാധിച്ചത് വലിയ കാര്യമാണ്. Lord Jesus Christ realized this great thing on the cross of Calvary. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, He that did not know sin, in order that we may become the righteousness of God through him. അവൻ നമുക്ക് വേണ്ടി പാപമായി. He became sin on our behalf. കണ്ണുകളെ അടച്ചാട്ട്, Let's close our eyes. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ട്. Keep on lifting your hands. നമ്മുടെ യേശു പോയത് കാൽവറിയിലേക്കാണ്. Our Jesus went on to Calvary. ആ കാൽവറി ക്രൂശിലെ ആ ത്യാഗത്തെ നമ്മുടെ ആത്മാവിൽ നമുക്ക് കാണാം. Here in the spirit, let us visualize the sacrifice Lord Jesus Christ inflicted on himself on Calvary. അതേ, അവൻ പോയത് നമ്മുടെ കലക്കത്തെ മാറ്റുവാൻ, He not to remove trouble only, he moved on to Calvary. നമ്മുടെ വേദനയെ മാറ്റുവാൻ, To ease out our pain. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ ഏൽക്കുവാൻ, He not to take the chastisement meant for our peace. സാത്താന്റെ തലയെ തകർക്കുവാൻ, To bruise the head of the devil. ക്രൂശിൽ ജയോത്സവം കൊണ്ടാടുവാൻ. To claim triumphant on the cross of Calvary. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. Those who believe, keep on praising God. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. Those who praise, those who believe, keep on worshiping God. എല്ലാ കണ്ണുകളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. Let all eyes be lifted to heaven. അതേ, ദൈവത്തിന്റെ സ്നേഹത്തെ കണ്ട് നമുക്ക് ആനന്ദിക്കാം. Behold the love of God, let's rejoice. ആരും തങ്ങളുടെ കണ്ണുകൾ തുറക്കരുത്. Please do not open your eyes. കണ്ടിടുക നീ കാൽവറി ക്രൂശിൽ കർത്തനാമേശു നിനക്കു വേണ്ടി. കണ്ടിടുക നീ കാൽവറി ക്രൂശിൽ കർത്തനാമേശു നിനക്കു വേണ്ടി. പാപവും ശാപവും രോഗവും ചുമന്ന് നിർമ്മലരുതിരം ചൊരിഞ്ഞിടുന്നു. പാപവും ശാപവും രോഗവും ചുമന്ന് നിർമ്മലരുതിരം ചൊരിഞ്ഞിടുന്നു. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടൂ അവകാശം നൽകുക. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടൂ അവകാശം നൽകുക. ഗോൽഗോഥ മലമേ കയറിടുന്നേ നാഥൻ, ക്രൂശും ചുമലിൽ ചുമന്നുകൊണ്ട്. ഗോൽഗോഥ മലമേ കയറിടുന്നേ നാഥൻ, ക്രൂശും ചുമലിൽ ചുമന്നുകൊണ്ട്. നിന്നെ വീണ്ടെടുപ്പാൻ നിന്നെയും സഹിച്ച് പോയിടും കാഴ്ച നീ കണ്ടിടുക. നിന്നെ വീണ്ടെടുപ്പാൻ നിന്നെയും സഹിച്ച് പോയിടും കാഴ്ച നീ കണ്ടിടുക. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ, അവകാശം നൽകുക. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ, പുത്രനാക്കിടും അവകാശം നൽകുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, incline to the word of God tonight. പാപം നിമിത്തമായി കലങ്ങിയ ഒരു ഹൃദയമാണോ നിനക്കുള്ളത്? Due to sin, are you in a troubled state of mind? രോഗനിമിത്തം വേദനപ്പെട്ട ഒരു ഹൃദയമാണോ താങ്കൾക്കുള്ളത്? Due to sickness, are you in a sorrowful state of mind? ശാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന് വേദനപ്പെടുന്ന ഒരു അനുഭവമാണോ താങ്കൾക്കുള്ളത്? Are you in a state in which you are anguishing under the bondage of curse? യേശു പറയുന്നു, ഞാൻ പോകുന്നു. If so, Jesus says, let me go. നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏൽക്കുവാൻ ഞാൻ പോകുന്നു. I go to undertake the chastisement of your sin. നിന്റെ രോഗത്തെ വഹിച്ച് ഇതാ ഞാൻ പോകുന്നു. I go to bear your sins.
നിന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ എന്റെ മേൽ ആയി. The chastisement of a peace was cast upon me. അതാ യേശു പോകയാൽ നമുക്ക് വിടുതലുണ്ട്. As Jesus was moving, there is deliverance for us. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. യേശു പോകുന്നു എവിടേക്ക്? To which point does Jesus go? യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. Jesus says, I go to prepare a place for you. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നമ്മുടെ യേശു നമുക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. Our Jesus is going in order to prepare a place for us. ഇന്ന് ഭൂമി വാസയോഗ്യമല്ലാതെയായി തീർന്നിരിക്കുന്നു. This world is not useful to be habitated. എവിടെ പോയി വസിപ്പാൻ കഴിയുമെന്ന് ചിന്തിച്ച് ആളുകൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു. People are anxious and thought to them as to where shall we go and reside safely. തിരുവെഴുത്തിൽ നാം വായിക്കുന്നു, നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്കും. The word of God we read, you will go build your houses among the stars. അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും. From there I shall pull you down. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ഇന്ന് മനുഷ്യൻ അവിടെയായി കൂടുകൾ വെക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. In the present society, men is make all attempts in order to build nests everywhere. എന്നാൽ തന്റെ ഭക്തന്മാർക്ക് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. However, the Lord has given a promise and is godly. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. I go to prepare a place for you. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു ഈ വാക്ക് പറയുന്നത്. Remaining in the Jewish background, Lord was making this promise. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ഒരു യൗവനക്കാരൻ ഒരു പെൺകുട്ടിക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ, The young man, as he is making that promise of matrimony with a girl, വിവാഹത്തിന് മുമ്പ് അവൻ തന്റെ സ്വന്തം കഴിവ് തെളിയിക്കണമായിരുന്നു. before his marriage, he should have proved his own ability. അവൻ സ്വന്തമായി ഒരു വീട് പണിയണം. He should build his own house. അവന്റെ കഴിവ് തെളിയിക്കണം. He must prove his own ability. അതിനുശേഷം മാത്രമേ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യുവാൻ അവൻ അനുവാദമുള്ളൂ. Thereafter only he is privileged to marry that girl. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്. Under these circumstances only, the Lord is making this promise unto us. ഞാൻ ഇപ്പോൾ പോകുകയാണ്. Now let me go. ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കുവാൻ പോകുന്നു. I go to prepare a place for you. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. I go to prepare a locale for you. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ, Once the time is, the place is prepared for you. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന്, The place where I am, that you might be. വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. I'll come again and gather you unto myself. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നമ്മുടെ യേശു നമുക്ക് സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു. Our Jesus has gone to prepare a place for us. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ തങ്ങളുടെ കരങ്ങളെ ഉയർത്തട്ടെ. The beloveds who believe this, please lift your hands up. നമ്മുടെ കർത്താവായ യേശു നമുക്ക് സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു. Our Lord Jesus Christ has gone to prepare a place for us. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. യേശു പോയി എന്തിനു വേണ്ടി? Jesus went there, what for? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Coming to John's Gospel chapter 16, verse number 7. അവിടെ യേശു പറയുന്നൊരു വാക്കുണ്ട്. There's a statement noted by Jesus there. വായിച്ചാട്ട് 7-ാം വാക്യം. Verse 7. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരില്ല. If you do not go, the comforter shall not come unto you. ഈ കാര്യസ്ഥനെ ആശ്വാസപ്രദനായി പറഞ്ഞിരിക്കുന്നു. This advocate is called the comforter. യേശു പോയത് ഈ കാര്യസ്ഥനെ അയക്കുവാൻ വേണ്ടിയാണ്. Jesus went in order to send the comforter. യേശു പോയത് ഈ ആശ്വാസപ്രദനെ അയക്കുവാൻ വേണ്ടിയാണ്. Jesus went in order to supply this paracleton. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God who is in the presence of God tonight, യേശു പോയത് നിമിത്തമായി നമുക്ക് ആ കാര്യസ്ഥനെ ലഭിച്ചിരിക്കുന്നു. as Jesus had gone there, we are able to attain this comforter. യേശു പോയത് നിമിത്തമായി നമുക്ക് ആ ആശ്വാസപ്രദനെ ലഭിച്ചിരിക്കുന്നു. As Jesus gone there, we are able to have this paracleting. ഈ ആശ്വാസപ്രദനത്രേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. It is His comforter, is the Holy Spirit of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഉയർത്തെഴുന്നേറ്റ് യേശു തന്റെ സ്ലീഹന്മാരോട് ഇപ്രകാരം പറഞ്ഞു. The resurrected Jesus Christ told His disciples, നിങ്ങൾ യെരുശലേം വിട്ടുപോകരുത്. you must not keep off Jerusalem. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പീൻ. You have to tarry for the promise you had unto me and its fulfillment. അവർ മുഴങ്കാൽമേലിരുന്ന് ദൈവസന്നിധിയിൽ കരയുവാനും പ്രാർത്ഥിപ്പാനും ആരംഭിച്ചു.
ആരംഭിച്ചു. They knelt upon, started praying and crying in the presence of God. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ 50ാമത്തെ ദിനത്തിൽ ആ പരിശുദ്ധാത്മാവ് ഇതാ അവരുടെ മേൽ ഇറങ്ങി. On the 50th day of the resurrection of Lord Jesus Christ, this Holy Spirit came upon them. സ്വർഗ്ഗാരോഹണം ചെയ്തതിന്റെ 10ാമത്തെ ദിനത്തിൽ ആ പരിശുദ്ധ റൂഹ ഈ ഭൂമിയിലേക്ക് വന്നു. On the 10th day of the ascension to heaven, this Holy Ghost came upon this earth. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം ആ സംഭവം വായിക്കുന്നു. In Acts of Apostles chapter 2, we read about that history. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. During the last days, I'll shower my spirit upon all flesh. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Your sons and daughters shall prophesy. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. Elders shall have vision. അതെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ ആശ്വാസപ്രദനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. Today, by the Holy Spirit of God, the comforter has come into our heart. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. ആ കാര്യസ്ഥനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. We got that comforter in our life. വിശ്വസിക്കുന്നവർ തങ്ങളുടെ കരങ്ങളെ വീണ്ടും ഉയർത്തട്ടെ. Those who believe, please lift your hands again. അതെ, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും The promise is for you and your children. ദൂരസ്ഥരായി കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കുമുള്ളതാണ്. Those are afar off who have been called by Lord and Savior Jesus Christ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. നമുക്ക് നമ്മുടെ യേശു പോയത് നിമിത്തമായി ഈ കാര്യസ്ഥനെ ലഭിച്ചിരിക്കുന്നു. Jesus gone for us, we received this comforter. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ You might have seen in the temple as the worship was underway. പ്രവാചകനായ യെശയ്യാവ് തന്റെ പുസ്തകത്തിൽ 66-ാം അധ്യായത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. Prophet Isaiah in his book chapter 66 records, ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. I'll comfort you as a mother comforts. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. You will be comforted in Jerusalem. അവിടെ മുഴങ്കാൽമേൽ ഇരുത്തി ലാളിക്കും. We understand she'll dandling upon her knees. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. നാം ആലയത്തിൽ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ When we come to the temple of God for worshiping, ഈ ആശ്വാസപ്രദൻ, this comforter, ഈ പരിശുദ്ധാത്മാവ്, this Holy Spirit, ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്നു. as some other comforts, so does he comfort us. നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമ്മെ വിട്ട് പറന്നു പോകുന്നു. All our sorrows keep off us. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇത് അനുഭവിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ മാത്രം നിങ്ങളുടെ കരങ്ങളെ ഉയർത്തട്ടെ. The believers who experience the same, please lift up your hands. എന്തിനാണ് കരങ്ങൾ ഉയർത്തുന്നതെന്ന് ചോദിച്ചാൽ, What for are you lifting the hands? ഈ അനുഭവം മറ്റുള്ളവർ പ്രാപിക്കേണ്ടതിന്, In order that others may experience the same thing. അതേ, നിങ്ങൾ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. To bear witnesses, you have lift up your hands. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Wherever child of God, incline to the word of God tonight. ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് വെളിയിൽ കടന്നു വരുവാൻ, You don't have to come out of the sorrows of your life. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നമുക്ക് സാധ്യമല്ല. We cannot effect that without the power of the Holy Spirit of God. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നമ്മുടെ കർത്താവ് നമ്മെ വിടുവിക്കുന്നവനാണ്. Our God is our deliverer. അവൻ നമ്മെ സൗഖ്യമാക്കുന്നവനാണ്. He is our healer. അവൻ നമുക്ക് ജയം തരുന്നവനാണ്. He is commanding victory. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. കലങ്ങാൻ കാരണം ഇല്ലാത്തതിന്റെ കാരണം, അതേ, നമ്മുടെ യേശു പോയിരിക്കുന്നു. Our Jesus gone way home. Let us not get troubled. അവൻ ക്രൂശിലേക്ക് പോയിരിക്കുന്നു. He went unto the cross. അവൻ നമുക്ക് സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു. He went to prepare a place for us. അവൻ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ പോയിരിക്കുന്നു. He has gone to give us the Holy Ghost. ദൈവത്തിന് മഹത്വമുണ്ടാകും. Praise be to the name of God. ഇനി അടുത്തതായി നാം കലങ്ങാത്തതിന്റെ കാരണം, Further, this and the reason with which let's not be troubled. നമ്മുടെ യേശു വീണ്ടും വരുമെന്നുള്ളതാണ്. Our Jesus shall come again. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. John's Gospel chapter 14 verse number 3. അതിന്റെ 3-ാം വാക്യം വായിച്ചാൽ, Let's read the third verse. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. നമ്മുടെ യേശു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു, വീണ്ടും വരാം. Here our Lord makes a promise, I'll come again. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to the word of God tonight. നമ്മുടെ ദുഃഖങ്ങൾ, വേദനകൾ മറക്കുന്ന ഒരു മനോഹരമായ ദിനം വരുവാൻ പോകുന്നു. That's a glorious day is fast approaching, which we are going to forget all our sorrows, agony and pain. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ യേശു വരുമെന്നുള്ളതാണ്. Our hope is that our Jesus shall come again. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. യേശു ഉയർത്തെഴുന്നേറ്റത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് വലിയ സന്തോഷമായി. On seeing that Jesus was resurrected,
The disciples were gladdened over it. 40 നാൾ ജീവിച്ചിരിക്കുന്നുവെന്ന് അവൻ തെളിയിച്ചുകൊണ്ടേയിരുന്നു. He proved that he remained alive for a span of 40 days. 40ാമത്തെ ദിനത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് സംഭാഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ On the 40th day, as the Lord engaged in conversation with the disciples, പെട്ടെന്ന് യേശു ഉയർന്നു പൊങ്ങുന്നത് അവർ കണ്ടു. they noticed Lord Jesus Christ rising up. ദുഃഖത്തോടെ യേശുവിനെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. With the sorrow, they were gazing at the Lord. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ദുഃഖത്തോടെ ആയിരിക്കുമ്പോൾ ഒരു മേഘം വന്ന് യേശുവിനെ അവരിൽ നിന്നും മറച്ചു. As they were sorrow stricken, a cloud came and they covered Jesus. ശിഷ്യന്മാർ വേദനയോടെ നോക്കി നിൽക്കുമ്പോൾ With the pain, as the disciples were gazing at the sky, 2 വെള്ളവസ്ത്രധാരികളായ പുരുഷന്മാർ അവിടേക്ക് ഇറങ്ങി വന്നു. 2 white-clad young men came there. ഇവർക്ക് ഒരാശ്വാസത്തിന്റെ സന്ദേശം നൽകി. They communicated a message of comfort to them. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? Ye men of Galilee, why are you gazing upon heaven? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. The very Jesus who ascended to heaven, the fashion in which you have seen him, he shall come again. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to the scripture tonight, നമ്മുടെ യേശു അതേ മരിച്ച് അടക്കപ്പെടുന്നതിന് മുമ്പ് our Lord Jesus Christ, before his burial, തന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. he mentioned about his own death. തന്റെ അടക്കത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. He spoke about his burial. തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. He referred to his own resurrection. തന്റെ വീണ്ടും വരവിനെ കുറിച്ച് He പറഞ്ഞിരുന്നു. mentioned about his second coming. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. യേശു പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. As the Lord had stated, so is it taking place today. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to Luke's Gospel, chapter 21, verse number 7. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, The disciples asked the Lord, യേശുവേ, അങ്ങ് വരുന്നതിന്റെ ലക്ഷണം എന്താണ്? Oh Jesus, what are the signs of thy soon coming? ലോകാവസാനത്തിന്റെ ലക്ഷണം എന്താണ്? What about the signs of the end of the world? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. യേശു പറഞ്ഞ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. Note to thee are the words of Jesus. ലൂക്കോസിന്റെ സുവിശേഷം 21-ന്റെ 7-ാം വാക്യം. Luke's Gospel, chapter 21, the 7th verse. ഗുരു, അതെപ്പോൾ ഉണ്ടാകും? അത് സംഭവിപ്പാറാകുമ്പോഴുള്ള ലക്ഷണം എന്ത് എന്ന് അവർ അവനോട് ചോദിച്ചു. അടുത്തത്, അതിന് അവൻ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, ഞാനാകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വരും, അവരെ അനുഗമിക്കരുത്. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്, അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. താഴോട്ടുള്ള വേദഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ As we go through the following passages, നമ്മുടെ യേശു വീണ്ടും വരുന്നതിന് മുമ്പായി നടക്കേണ്ടുന്ന സംഭവങ്ങൾ വളരെ വ്യക്തമായി നാം കാണും. in clear terms, we come across events which are to take place before the second advent of the Lord. ഇന്ന് അതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. Today, with our own eyes, we have been witnessing all the signs of the same. അതേ, ദൈവമക്കളുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ യേശു വരും. The hope of the people of God is that our Jesus shall come again. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ക്രിസ്തീയ ഭക്തന്മാർ എത്രയെത്രയോ പേർ ഈ പ്രത്യാശ നിമിത്തം കഷ്ടങ്ങൾ സഹിച്ചു. Many Christian saints who subsisted on this planet of earth survived, underwent sufferings because of the same purpose. ആരംഭകാലങ്ങളിൽ യേശുവിന് വേണ്ടി എത്രയെത്രയോ നിന്ദകൾ, കഷ്ടങ്ങൾ, ആക്ഷേപങ്ങൾ അവർ സഹിച്ചു. During the initial days, they underwent difficulties, reproaches, vilifications, despises, and deridement. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിലും ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് അവർ ഓടിക്കൂടുമായിരുന്നു. Even though there is no freedom to worship unto the Lord, they used to rush to the footstool of the Lord. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. യേശുവിന് വേണ്ടി തങ്ങളുടെ പ്രാണൻ കൂടെ അതേ കൊടുക്കുവാൻ അവർ തയ്യാറായിരുന്നു. They were prepared to pour out even their soul for the sake of the Lord. യേശുവിന് വേണ്ടി തങ്ങളുടെ സ്വന്തം ബന്ധങ്ങൾ അതേ തങ്ങൾക്ക് നഷ്ടമായി പോയി. They were able to distance their own relationships for the sake of the Lord. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എങ്കിലും ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രത്യാശ അവരുടെ കണ്ണുനീർ തുടച്ചിരുന്നു. However, as they attend the service, the hope that came into them wiped off all the tears. ഒരിക്കൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറഞ്ഞു. In one context, Saint Paul said, ആരാധനയുടെ നടുവിൽ വിളിച്ചു പറഞ്ഞു, in the midst of the worship, he proclaimed, ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. let me tell you a mystery. ഞാനൊരു രഹസ്യം പറയാം. I'll tell you an enigma. എല്ലാവരും ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. എന്താ രഹസ്യം? All who inclined to listen to this mystery. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. താൻ പറയാൻ തുടങ്ങുന്നത് ഇപ്രകാരമാണ്. This is marks the beginning. നാം എല്ലാവരും നിദ്ര കൊള്ളില്ല. We all shall not sleep. അന്ത്യ കാഹളനാദത്തിങ്കൽ At the final trump of the Lord, പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ suddenly within a twinkling
twinkling of an eye. നാം രൂപാന്തരപ്പെടും. We shall be transformed. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. The dead shall come back being alive. ആ ഉയർപ്പിന്റെ ദിനത്തിൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടാൻ പോകുന്ന ശബ്ദം ഇതാണ്. On the day of the resurrection, this is a voice going to come out of the mouth. രൂപാന്തരത്തിന്റെ ദിനത്തിൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ഇതാണ്. On the day of transformation, this is a voice going to come out of the mouth. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? No death, where is the victory? മരണത്തിന്റെ വിഷമുള്ള പാപം. The victory of death is the sin. പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. The power of sin is the law. യേശു ക്രിസ്തു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Praise unto the Lord who commands victory through Lord Jesus Christ. ഈ വാക്കങ്ങോട്ട് കേൾക്കുമ്പോഴേ On hearing this statement, വിശുദ്ധന്മാർ ആനന്ദിച്ചിരുന്നു. saints gladdened. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. യേശുവിന്റെ വീണ്ടും വരവായിരുന്നു വിശുദ്ധന്മാരുടെ പ്രത്യാശ. The hope of the saints of God was the second coming of the Lord. 1 തെസ്സലോനിക്കർ 4:16 നാം വായിക്കുമ്പോൾ In 1 Thessalonians chapter 4 verse number 16, വിശുദ്ധ പൗലോസ് അവിടെ ആത്മാവിൽ പറയുന്നു, in the spirit, Saint Paul says there, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, the Lord come with a great shout, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, the shout of the archangel, ദൈവത്തിന്റെ കാഹളത്തോടെ with the trump of God, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. shall come down from heaven. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. The dead in Christ shall rise up first. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ അവരോടൊരുമിച്ച് ആകാശത്തിൽ എടുക്കപ്പെടും. Then those who remain alive shall be caught up together with them in the mid sky. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. ഇതായിരുന്നു ക്രിസ്തു ഭക്തന്മാരുടെ പ്രത്യാശ. This is the hope of the godly of Christ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Wherever child of God who is inclined to the word of God tonight, നമ്മുടെ യേശു വേഗം വരും. our Jesus shall come again. നമ്മുടെ യേശു വേഗം വരും. Jesus will come again. വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? In this congregation, how many believe? ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? How many believe truly this is going to take place? അവർ മാത്രം തങ്ങളുടെ കരങ്ങൾ ഉയർത്തട്ടെ. Such alone, please lift up your hands. നമ്മുടെ യേശു വേഗം വരും. Our Jesus is going to come again. നമ്മുടെ യേശു വേഗം വരും. Jesus shall come soon. അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും. He shall wipe off tears from our eyes. അത് നമ്മുടെ ആനന്ദത്തിന്റെ ദിനമായിരിക്കും. That shall be the day of joy in our life. നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറന്നുപോകും. We'll forget all our sorrows. നാം നമ്മുടെ കർത്താവിനോടുകൂടെ എപ്പോഴും ഇരിക്കും. We are going to remain with the Lord forever. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. നമ്മുടെ യേശു വരുമെന്നുള്ളതാണ് നമ്മുടെ ദുഃഖങ്ങൾ മറക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം. The second aspect of forgetting all our sorrows is that our Jesus shall come. മൂന്നാമതായി നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ, Thirdly, as we peruse the word of God, യോഹന്നാന്റെ സുവിശേഷം 14 2-3 വാക്യങ്ങൾ. John's Gospel chapter 14 verses 2 and 3. അതിന്റെ 2-3 വാക്യങ്ങൾ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, From this passage, what we understand is, യേശു നമ്മോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ഭവനമുണ്ട്. Jesus gives us a promise. You have got a mansion. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to the word of God tonight. ഇവിടെ നമുക്ക് നിലനിൽക്കുന്നത് ഒന്നുമില്ല. Here we do not have anything that is continuing. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇവിടെ നമുക്ക് സ്വന്തമായി വീടുണ്ടെന്ന് പറഞ്ഞാൽ, Even though we claim that we have got our own house here. ഇന്നാണോ ഇന്നലെയാണോ ഒരാൾ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു. It was brought to my knowledge, somebody telling, I suppose yesterday or today. അപ്പൻ മരിച്ചിട്ട് വേണം ആ കട്ടിലിൽ നിന്ന് കിടക്കാനും. Following the departure of my father only, I want to lay on the cot. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. സ്വന്തമായ വീടുകൾ പലരും പണിതുണ്ടാക്കുന്നുണ്ട്. Many people build their own houses. ആരുടെയും അനുവാദമില്ലാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സമയമുണ്ട്. Without the permission of all, one day you have to bid farewell to the house. അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന ഒരു സംഭവം, ഒരു ദിവസമുണ്ട്. The day is coming in which, without the permission of all, you'll be carried off. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇവിടെ നമുക്ക് നിലനിൽക്കുന്നത് ഒന്നുമില്ല. Here we don't have anything that is lasting forever. വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, In the words of Saint Paul,
കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോകും. Even though this earthly tabernacle is dissolved, ഇത് ഭൗമഭവനമാണ്. this earthly tabernacle, ഇത് അഴിഞ്ഞു പോകുന്ന ഭവനമാണ്. this house shall be dissolved, ഇത് ക്ഷയിക്കുന്നതാണ്. this shall be emaciated, ഇത് നാറുന്നതാണ്. this shall be putrefied. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. നാം കെട്ടിപ്പണിയുന്ന നമ്മുടെ വീടുകൾ ഇടിഞ്ഞു പോകുന്നതാണ്. Houses that we build them shall be crumbled. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അതെ, ദൈവം നമുക്കൊരു വാഗ്ദത്തം തരുന്നു. The Lord is giving us a promise. നിങ്ങൾക്ക് ഒരു ഭവനമുണ്ട്. There's a mansion for you. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കണമേ, Beloved ones, listen to the word of God should bear in mind. എന്റെ കണ്ണടയുമ്പോൾ, When my eyes lash, ഞാൻ ഈ ലോകം വിട്ടുപോകുമ്പോൾ, when I bid farewell to this world, യേശു വാഗ്ദത്തം ചെയ്ത ആ മനോഹര ഭവനത്തിൽ ഞാൻ എത്തിച്ചേരുമെന്ന് എത്ര പേർക്ക് പറയുവാൻ how സാധിക്കും? many can say, I will reach the glorious mansion that the Lord is promising unto me? ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നമ്മുടെ പ്രാണൻ നമ്മെ വിട്ടുപോയാൽ When the breath escapes this body, നാം എവിടെയായിരിക്കും എത്തിച്ചേരുക? where shall we land finally? ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നമ്മുടെ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു, Our God makes us a promise. നിനക്കൊരു ഭവനമുണ്ട്. There's a house for you. ശ്രദ്ധിക്കണമേ, Please be attentive. ഒരു ഭവനം എന്ന് പറയുമ്പോൾ അതെന്താണ്? A house. What's the meaning of a house? കെട്ടിപ്പടുത്ത ആ ഭവനം ഭവനമായി തീരുന്നത് എപ്പോഴാണ്? When shall that construction become the house? ആ വീട്ടിൽ പിതാവുണ്ടായിരിക്കണം. There must be father in that house. ആ വീട്ടിൽ ഒരു A മാതാവുണ്ടായിരിക്കണം. mother should be there in the construction. ആ വീട്ടിൽ സഹോദരങ്ങൾ ഉണ്ടായിരിക്കണം. Brethren should be there in the building. മുമ്പ് നാം ഒരു സാക്ഷി കേട്ടല്ലോ. Just before we heard a testimony. ദൈവത്തോട് ചോദിക്കുകയാണ്, You ask unto God, ദൈവമേ, എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? Oh Lord, why such things befall in my life? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. അതേ, ജീവിതത്തിൽ നിന്ന് പലതും നഷ്ടമായി പോയി. Many things were lost out of the life. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to the word of God tonight. അതെ, നിനക്കൊരു ഭവനമുണ്ട്. There is a house for you. ആ ഭവനത്തിൽ ദൈവമുണ്ട്. God is there in that mansion. അതെ, ആ ഭവനത്തിൽ പുത്രനുണ്ട്. The Son is there in the house. ആ ഭവനത്തിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. The Spirit of God is there in the home. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ആ ഭവനത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. Angels are there in the same house. ഇങ്ങനൊരു മനോഹരമായ ഭവനം നമുക്ക് നമ്മുടെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. The Lord has to prepare for us such a glorious mansion. വിശ്വസിക്കുന്നവർ തങ്ങളുടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരല്ലേലൂയ പറയട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒന്നുമില്ല. Here we do not have anything that shall last forever. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, The book of Ecclesiastes chapter 12 the 5th verse. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നു. Man shall reach his everlasting home. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നു. Man shall go to his permanent home. ഫിലിപ്പിയ ലേഖനം 3-ാം വാക്യം വായിക്കുമ്പോൾ, Epistle Philippians chapter 3 verse number 20. അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, Saint Paul says there, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. our conversation is in heaven. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. We have been waiting that from then our Lord shall come as a savior. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദത്തം എന്താണ്? What's the promise our God is extending? നിങ്ങൾക്ക് ഒരു ഭവനമുണ്ട്. There's a house for you. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. In my father's house are many mansions. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, If not, I would have told you. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. But I go to prepare a place for you. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകും. I go to prepare a place for you. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, സത്യം. True, in my father's house are many mansions. എന്നാൽ അതിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് തരാൻ വേണ്ടിയല്ല ഞാൻ പോകുന്നത്. It is not to give one of the same to you. I'm going. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. I go to prepare a specific place for you. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to the word of God tonight. നമ്മുടെ കർത്താവായ യേശു ഒരു സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു. Our Lord Jesus Christ has gone to prepare a specific place for us. പണ്ട് തന്നെ ഒരുക്കപ്പെട്ട അനേക സ്ഥലങ്ങൾ ഉണ്ട്. Well in advance there are plenty of places which have already been prepared. ഇന്ന് നാസ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം
അതെ, പലതും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. NASA Rocket Launching Center has discovered many things. ഈ ഭൂമിക്ക് അപ്പുറമായി അനേക ഗ്രഹങ്ങൾ ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. They have discovered beyond this planet Earth plenty of other planets as well. മനുഷ്യവാസമുള്ള ഗ്രഹങ്ങൾ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. They are in search of planets where human habitation can be possible. മനുഷ്യന് വസിപ്പാൻ കൊള്ളാവുന്ന സ്ഥലമാണോ എന്ന് അവർ ഗവേഷണം The ചെയ്തുകൊണ്ടിരിക്കുന്നു. big investigation was done that can be useful for human habitation. ചൊവ്വയിൽ ജീവൻ ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. The big investigation was done. There is a possibility of life in the Mars. നമ്മുടെ ദൈവം ഒരുക്കിയിരിക്കുന്ന അനേക സ്ഥലങ്ങളുണ്ട്. There are plenty of places our God has prepared. എന്നാൽ ഇന്ന് അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ട്. However, today he is preparing a specific place. നമ്മുടെ യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്താണ്? What is the promise made by our Jesus? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകും. I go to prepare a place for you. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവത്തിന്റെ വചനത്തെ നാം എടുത്തു നോക്കിയാൽ As we examine the word of God, പണ്ട് തന്നെ ഒരുക്കപ്പെട്ട അനേക സ്ഥലങ്ങളുണ്ട്. in the time past, plenty of places which you have already been prepared. ഇത് വേണോ, ഒരുക്കുന്ന സ്ഥലം വേണോ എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ചിന്തിക്കാം. From the word of God, let us opt upon, are we needed the previous one or the one the Lord is preparing now? ഒന്നാമതായി യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ The first context coming to Isaiah chapter 30, verse number 33. അവിടെ നാം ഒരു വാക്യം വായിക്കുന്നു. There we come to notice, പണ്ട് തന്നെ ഒരു സ്ഥലം, ഒരു ദഹന സ്ഥലം ഒരുക്കപ്പെട്ടിരിക്കുന്നു. prophet has already been prepared. വായിച്ചാട്ട് 33-ാം വാക്യം. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. അവൻ അതിനെ ആഴവും വിശാലവുമാക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കുന്നു. The breath of the Lord, like a stream of brimstone, shall kindle it. അങ്ങനെയെങ്കിൽ കൂടെ കൂടെ തമ്പുരാൻ തന്റെ ശ്വാസം ഊതുന്ന ഒരു സ്ഥലമുണ്ട്. If that makes a time and again, there's a place in which the Ade- Lord shall breathe his stream. ആ ശ്വാസത്താൽ അതൊരു ഗന്ധകമായിരിക്കും. Because of the breath, that shall be like a storm and brimstone. അത് ഈ ആഴിയെ കത്തിച്ചുകൊണ്ടേയിരിക്കും. That shall be just keep on burning this lake, ഈ സ്ഥലം ഏതാണ്? which is this place. പണ്ട് തന്നെ ഒരുക്കപ്പെട്ട സ്ഥലം. This is a place ordained of old. അത് രാജാവിനും കൂടെ ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ്. That's meant for the king too. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to the word of God tonight. ഇങ്ങനെയൊരു സ്ഥലം പണ്ടേ ഒരുക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. Even the time past, such a place had been prepared. അവിടേക്ക് പോകുവാൻ ഇന്ന് അനേകർ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. Today, many people are getting prepared to rush to that spot. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും അവിടെ എത്തിച്ചേരുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. The word of God says, whoever is not found written in the book of life shall be cast there. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, incline to the voice of God tonight. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? Whether your name has been written in the book of life. ജീവന്റെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ ഈ ഗന്ധക പൊയ്കയിലേക്ക് നീ പോകുവാൻ പോകുകയാണ്. If not, you are going to land into this lake of fire. അത് പണ്ട് തന്നെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. It has already been ordained. അത് രാജാവിനു കൂടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. Even for the king as well, it has been prepared. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. രണ്ടാമതായി നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ Secondly, as we go through the word of God, എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, coming to Hebrews chapter 11 verse 16, പണ്ട് തന്നെ ഒരുക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട്. we read about another place that has already been ordained. അതിന്റെ മുകളിലത്തെ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ When we go through the above passages, പഴയ നിയമ വിശുദ്ധന്മാരുടെ ഒരു ചിത്രമാണ് നാം കാണുന്നത്. we come across the portraits of the Old Testament saints. അവിടെ അബ്രഹാമുണ്ട്, Abraham is there, അവിടെ ഇസഹാക്കുണ്ട്, Isaac is there, അവിടെ യാക്കോബുണ്ട്. Jacob is there. പഴയ നിയമ വിശുദ്ധന്മാരുടെ ഒരു നീണ്ട പട്ടിക നമുക്ക് അവിടെ കാണാം. We come across a detailed catalog of the Old Testament saints. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. Read verse number 16. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. They deserved a better country, a heavenly country. അധികം നല്ലത് സ്വർഗീയമായത്. The better one, which is a heavenly one.
പഴയ നിയമ വിശുദ്ധന്മാർ കാംക്ഷിച്ചു. Old Testament saints aspired for. എന്നാൽ തിരുവെഴുത്ത് എന്ത് പറയുന്നു? What does God say? ദൈവം അവർക്ക് ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. God has already prepared for them a city. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. അങ്ങനെയെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം പണ്ട് തന്നെ ആ സ്ഥലം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. That means it is obvious in the time past itself, God had already prepared a place for them. അടുത്തതായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം. Further coming to Matthew's Gospel, chapter 25, verse number 34. അവിടെ പറയുന്ന അതേ സംഭവം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. The incident that is mentioned here is repeated in the book of Revelation, chapter 20. അവിടെ പറയുന്നത് എന്താണ്? What is mentioned here? വായിച്ചാട്ട് 34-ാം വാക്യം. Please go through. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം. The kingdom that has prepared since the foundation of the world. ഇവിടുത്തെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. We know the incident referred to here. വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ ഇതാ എല്ലാവരും വന്നു ചേരുന്നു. Before the white throne judgment, all people shall stand. മരിച്ചവരിൽ ശേഷമുള്ളവർ ആബാലവൃദ്ധം വന്നു ചേരുന്നു. The dead, all the ones shall come be alive. നമ്മുടെ യേശു ഈ ഭൂമിയിൽ അതേ തന്റെ വിശുദ്ധന്മാരെ ഉയർപ്പിക്കുവാൻ വരുമ്പോൾ, When our Lord Jesus comes in order to quicken the saints from this world, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, with a great shout, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, with the voice of the archangel, ദൈവത്തിന്റെ കാഹളത്തോടെ, with the voice of the trump of God, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, when he comes down from heaven, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്നു. the dead in Christ shall rise up first. അതിനുശേഷം ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ, Thereafter, the saints who remain alive, അതേ രൂപാന്തരത്തിന് യോഗ്യരായി ജീവിച്ച വിശുദ്ധന്മാർ, the saints who are worthy to be transformed, അവരോടുകൂടെ അതേ രൂപാന്തരപ്പെട്ട് എഴുന്നേൽക്കുന്നു. they shall be quickened, they shall be transformed. അതിനുശേഷം അതേ രക്തസാക്ഷികളുടെ ഒരു ഉയർപ്പുണ്ട്. Thereafter, there is an order of resurrection of the martyrs. അതിനുശേഷം ഹാനോക്ക് ഏലിയാവും ഈ ലോകത്തിലേക്ക് വരുന്നു. Afterward, Enoch and Elijah coming to this world, അവരും ഉയർത്തെഴുന്നേൽക്കുന്നു. they will also rise up. പഴയ നിയമ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നു. Old Testament saints will rise up. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. യേശു ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച സ്ഥാപിക്കുന്നതിന് മുമ്പ്, Before they establish the millennial rule by Lord Jesus Christ in this earth, അതേ ഈ വിശുദ്ധന്മാരുടെ 5 ഗ്രൂപ്പും ഉയർത്തെഴുന്നേറ്റിരിക്കും. the 5 orders of the saints shall rise up. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ വരുമ്പോൾ, Coming to the book of Revelation, chapter 21, മരിച്ചവരിൽ ശേഷമുള്ളവർ, the remnant of the dead, 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. till the covering of the 1000 years, did not remain alive. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമായി After the millennial rule, സംഭവിക്കുന്ന സംഭവമാണ് വെളിപ്പാട് 20-ൽ നാം വായിക്കുന്നത്. the book of Revelation 20, we read about the incident going to take place then. ഇതാ മരിച്ചവരിൽ ശേഷമുള്ളവർ, Behold, the remnant of the dead, ഉയർത്തെഴുന്നേൽക്കുന്നു. they rise up. ഇടയൻ ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്നത് പോലെ, As the shepherd separates the goat and the sheep, ഇതാ വലത്തും ഇടത്തുമായി 2 കൂട്ടർ വന്നു ചേരുന്നു. 2 groups of people come in the right hand and left hand factions. വലത്തുള്ളവരോട് യേശു എന്താണ് പറയുന്നത്? What did you say unto the right handed people? എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, Lord, blessed by my Father, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കുവീൻ. ye inherit the kingdom that has been prepared for you since the foundation of the world. ഇടത്തുള്ളവരോട് എന്താണ് പറയുന്നത്? And the people standing on the left hand saying, what shall he say? ശപിക്കപ്പെട്ടവരെ, Ye cursed, എന്നെ വിട്ടു പോകുവീൻ depart of me. എന്ന് തീർത്ത് പറയുന്നു. Yes, he shall be categorical. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to the word of God tonight, പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കപ്പെട്ടിരിക്കുന്നു. prophet has already been ordained. പണ്ട് തന്നെ പുതിയ ആകാശം ഒരുക്കപ്പെട്ടിരിക്കുന്നു. The new earth has already been formed. പണ്ട് തന്നെ പുതിയ ഭൂമി ഒരുക്കപ്പെട്ടിരിക്കുന്നു. The new earth has already been founded. അവരൊക്കെ അധികം നല്ലത് കാംക്ഷിച്ച് ജീവിച്ച വിശുദ്ധന്മാരായിരുന്നു. They were the saints desired for a better country. എന്നാൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് ഒരുക്കിയിരിക്കുന്നു. However, our Lord has prepared the best thing for us. അതത്രേ പുതിയ യെരൂശലേം, സിയോൻ. That's called the New Jerusalem and Zion. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. അവിടെ പോകേണ്ടതിനാണ് മാനസാന്തരത്തിന്റെ ആവശ്യം. In order to reach then, we must come across the experience of repentance. അവിടെ പോകേണ്ടതിനാണ് ജലസ്നാനത്തിന്റെ ആവശ്യം. To reach then, you must
must have water baptism. അവിടെ പോകേണ്ടതിനാണ് അഭിഷേകത്തിന്റെ ആവശ്യം. To reach there, you must have power of the Holy Ghost. അവിടെ പോകേണ്ടതിനാണ് അതേ വേർപാടിന്റെ ആവശ്യം. To reach there, you must accomplish the life of separation. അവിടെ ചെല്ലേണ്ടതിനാണ് വിശുദ്ധ ജീവിതത്തിന്റെ ആവശ്യം. To reach there, you have to inculcate the experience of holy life. നാം പ്രാപിപ്പാൻ പോകുന്ന പുതിയ യെരൂശലേം, The New Jerusalem that we are going to inherit. യാതൊരു അശുദ്ധനും ഭോഷ്ക് പറയുന്നവനും പ്രവേശിപ്പാൻ കഴിയില്ല. No unclean liar can enter the city. ഭോഷ്ക് പറയുന്നവന് പോലും അവിടെ പ്രവേശിപ്പാൻ കഴിയില്ലെങ്കിൽ Even the lion, if he cannot find access there, നാം പ്രാപിപ്പാൻ പോകുന്ന ആ തേജസ് എത്ര വലിയതാണ്. how marvelous is the glory that we are going to put on. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. I go to prepare a place for you. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ Once the place is prepared for you, ഞാൻ ഇരിക്കുന്ന ഇടത്ത് the place where I am, നിങ്ങളെ ഇരുത്തേണ്ടതിന് is not to set you. വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. I'll come again and receive you unto myself. നമ്മുടെ യേശു പുതിയ യെരൂശലേം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. Our Jesus is preparing New Jerusalem. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ As we come to the book of Revelation, chapter 21, അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, particularly the first 5 verses, വിശുദ്ധ പൗലോസ് വിശുദ്ധ യോഹന്നാൻ ആത്മാവിൽ അത് കാണുന്നു. in the spirit Saint John beholds. വായിച്ചാട്ട് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. Let's read the same passage. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ സകലതും പുതുതാക്കിക്കൊണ്ടിരിക്കുന്നു. The one who is upon the throne is renewing everything. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to the voice of God tonight, ആ മനോഹരമായ ഭവനം യേശു പണിതുകൊണ്ടിരിക്കുന്നു. the Lord is building that sublime building. 147 സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ As we go to Psalm 147, അതിന്റെ 2 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. particularly the second verse, we notice അവൻ യെരൂശലേമിനെ പണിയുന്നു. he is building Jerusalem. അവൻ യെരൂശലേമിനെ പണിയുന്നു. He is building Jerusalem. നമ്മുടെ കർത്താവ് യെരൂശലേമിനെ പണിതുകൊണ്ടിരിക്കുകയാണ്. The Lord is building up Jerusalem. ഈ വാക്ക് പറഞ്ഞ യേശു അത് ചെയ്യുന്നുണ്ടോ എന്ന് യോഹന്നാനെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ദർശനത്തിന്റെ ഉദ്ദേശം. The purpose of the vision is not to convince John, but the Lord is doing the same after the promise he has made unto him. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ As we come to the book of Revelation chapter 1, ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ യോഹന്നാൻ വ്യക്തമായി കണ്ടു. John clearly witnesses the resurrected Jesus. തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ, His head and hair complete like wool, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം, and the feet like the bronze that is burnt in the oven, കണ്ണ് അഗ്നിജ്വാല പോലെ, eyes like fiery flames, ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ and he shocked and turning. അവന്റെ നേരെ ഒരു നാദം പുറപ്പെട്ടു. A name came upon him. ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, Fear not, I was dead. ഇതാ ജീവിച്ചിരിക്കുന്നു. Behold, I am alive. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. It is with me, the key of hell and earth. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ യോഹന്നാൻ കണ്ടു. John witnessed the resurrected Jesus. അടുത്തതായി ലോകത്തിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം തന്റെ ദാസനെ കാണിച്ചു കൊടുത്തു. The Lord has revealed unto his servant the things which are yet to come to pass upon this earth. അതൊന്നും ലോകത്തിൽ സംഭവിച്ചിട്ടില്ല. All those things haven't taken place yet. സംഭവിപ്പാൻ പോകുന്നത് ആത്മാവിൽ കാണിച്ചു കൊടുത്തു. Yet to come to take place had been revealed unto him by the Spirit. യോഹന്നാനെ ഇത് കാണിക്കുമ്പോൾ പുതിയ യെരൂശലേം പണിതിട്ടില്ല. When this was shown to John, this New Jerusalem was not built. പണി ആരംഭിച്ചിട്ടേ ഉള്ളൂ. Even the construction marked to the beginning. എന്നാൽ ദൈവം എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് യോഹന്നാനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. It was revealed unto John what was the plan of God. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഇതാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച അവന് കാണിച്ചു കൊടുത്തു. And in his sights, New Jerusalem, the holy city,
coming down from heaven. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to the word of God tonight. നമ്മുടെ യേശു പോയിരിക്കുന്നു. Our Jesus is gone. അവൻ നമുക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു. He has gone to prepare a place for us. അവൻ ആ പണി പൂർണ്ണമാക്കുമ്പോൾ Once the construction is complete, അവൻ തേജസ്സിൽ വെളിപ്പെടും. he will appear in glory. 102 സങ്കീർത്തനം അതിന്റെ 15 വാക്യം. Psalm 102, verse number 15. യഹോവ സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷനാകും. The Lord shall build up Zion and shall appear in his glory. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എന്ന് സിയോന്റെ പണി തീരുമോ, The day that the work of Zion is over, അന്ന് നമ്മുടെ യേശു വരും. then shall our Jesus come. അന്ന് നമ്മുടെ യേശു വരും. Then will our Jesus come. ഇന്നാണ് ആ പണി തീരുന്നതെങ്കിൽ If that work is over today, വീട്ടിൽ നാം എത്തുന്നതിന് മുമ്പ് before we reach our home, ഗംഭീര ധ്വനി മീതെ the മുഴങ്ങും. great shout shall be shouted above. യഹോവ സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷനാകും. The Lord shall build up Zion and appear in his glory. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അതുകൊണ്ട് നാം കലങ്ങേണ്ടുന്ന ആവശ്യമില്ല. Therefore, let's not be troubled. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. നാം കലങ്ങേണ്ടാത്ത അതേ അടുത്ത വിഷയം എന്താണ്? There's another aspect with which let's not be troubled, and what it is. നാം എന്നും നമ്മുടെ കർത്താവിനോട് കൂടെ ഇരിക്കും. Ever we are going to be with the Lord. യോഹന്നാൻ 14:3. John's Gospel chapter 14, the third യോഹന്നാന്റെ verse. സുവിശേഷം 14:3 വാക്യം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. I'll come again and receive you unto myself. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. നാം നമ്മുടെ കർത്താവിനോട് കൂടെ ഇരിക്കും. We are going to be with the Lord. മുമ്പേ ധ്യാനവേളയിൽ നാം കേട്ടല്ലോ, At the time of exhortation we heard, സക്കായിയുടെ വീട്ടിൽ യേശു ചെന്നപ്പോൾ Jesus is the house of Zacchaeus. ആ വീട് അനുഗ്രഹിക്കപ്പെട്ടു. Altogether it was a blessed home. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഭൂതഗ്രസ്തന്റെ അടുക്കൽ യേശു ചെന്നപ്പോൾ As Jesus visited the demon-possessed man, അവന്റെ ദുരാത്മാവ് അവനെ വിട്ടുപോയി. the evil spirit departed from him. ലാസറിന്റെ ഭവനത്തിൽ യേശു ചെന്നപ്പോൾ As Jesus made entry into the house of Lazarus, ആ വീട് അനുഗ്രഹമായി മാറി. that became a house of blessing. നമ്മുടെ യേശുവിനോടുള്ള സാമീപ്യം, The approach, presence with our Jesus, നമ്മുടെ സകല ദുഃഖങ്ങളും മറക്കുവാൻ കാരണമാണ്. that should wipe away all our sorrows of life. നാം നമ്മുടെ ദൈവത്തോട് കൂടെ ഇരിക്കും. We are going to be with the Lord. എത്ര പേർ വിശ്വസിക്കുന്നു? How many believe? നമ്മുടെ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന സഫലമാകാൻ പോകുകയാണ്. The prayer offered with the Lord is going to be fruitful. യേശു എന്താണ് പ്രാർത്ഥിച്ചത്? What is the prayer offered by the Lord? യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം അതിന്റെ 24 വാക്യം. John's Gospel chapter 17 verse 24. യോഹന്നാൻ 17:24. 17:24. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നയിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടൊപ്പം ഇരിക്കണം. The place where I am, then they too must be with me. അത് എന്റെ അഭിലാഷമാണ്. That's my desire. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Wherever child of God, incline into the voice of God tonight. കർത്താവിനോടുകൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? In this congregation, how many have the desire to be with the Lord? നിത്യതയിൽ എന്റെ കർത്താവിനോടുകൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, In eternity, I want to be with the Lord. Those who desire so, അവർ മാത്രം തങ്ങളുടെ കരങ്ങളെ ഉയർത്തട്ടെ. will you please lift up your hands? നാം നമ്മുടെ കർത്താവിനോടുകൂടെ ഇരിപ്പാൻ പോകുകയാണ്. We are going to be with our Lord. നമ്മുടെ ദുഃഖങ്ങൾ നമ്മെ വിട്ടു പോകുവാൻ പോകും. Our sorrows are going to flee away. നമ്മുടെ വേദനകൾ നമ്മെ വിട്ടു പോകുവാൻ പോകും. Our pain is going to roll away. അതെ, അവന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം, The joy that we are going to be gladdening in His presence. കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെ, This is joy during the days of harvest. കൊള്ള പങ്കിടുമ്പോൾ ലഭിക്കുന്ന ആനന്ദം പോലെ, Like the gladness that we experience while sharing the spoil. നാം നമ്മുടെ കർത്താവിനോടുകൂടെ ഇരിപ്പാൻ പോകുന്നു. We are going to be with the Lord. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. മരണത്തോടുകൂടെ നാം നമ്മുടെ കർത്താവിനോടുകൂടെ ആയിരിക്കും. Following death, we are going to be with the Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. യേശു ക്രിസ്തു ക്രൂശിൽ പിടഞ്ഞ് മരിക്കുന്ന സമയത്ത് When Lord Jesus Christ is struggling, wriggling and dying on the cross, തൊട്ടടുത്ത് കിടന്ന ഒരു കള്ളനോട് യേശു പറയുന്ന ഒരു വാക്കുണ്ട്. under the malefactor, Lord Jesus Christ said one thing. നീ ഇന്ന് എന്നോട്
കൂടെ പർദീസയിൽ ഇരിക്കും. Today you will be with me in the paradise. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. മരണത്തോട് കൂടെയാണ് ഒരു വ്യക്തി ഈ പർദീസയിലേക്ക് പ്രവേശിക്കുന്നത്. Following death only, a person enters this paradise. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. യേശു ഉള്ള സ്ഥലമുണ്ട്, യേശു ഇല്ലാത്ത സ്ഥലമുണ്ട്. There's a place in the presence of Jesus. There's a place without the presence of Jesus. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. അതെ, യേശുവിനോട് കൂടെ ആയിരിക്കാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് നാം യേശുവിനോട് കൂടെ ആയിരിക്കണം. If we have the desire to be with Jesus, today we must be with Jesus. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Philippians chapter 1 verse number 23. വിശുദ്ധ പൗലോസിന്റെ ഒരു അഭിലാഷം നമുക്ക് അവിടെ കാണാം. We read about the desire of Saint Paul. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് അധികമായ കാംക്ഷയുണ്ട്. I have the desire to get departed and joy in Christ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. അതെ, വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ. I want to get quit to this universe ഇനി and be with the Lord. മറ്റൊന്ന് വിശുദ്ധ പൗലോസ് തന്റെ ജീവിത അനുഭവം വ്യക്തമാക്കുന്നു. In another context, Saint Paul speaks about his own experience. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. 2 Corinthians chapter 12 verse number 3. 14 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം. An incident that took place some 14 years ago in his life. എന്താണ് നമ്മൾ വായിക്കുന്നത്? What do we understand from that passage? 14 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസിനെ ഒരു നായെ കൊന്നു വലിച്ചിഴയ്ക്കുന്നത് പോലെ വലിച്ചിഴച്ചു കൊണ്ടുപോയ ഒരു സംഭവം. 14 years ago, Saint Paul was killed or smitten, dragged like a dog. പൗലോസ് മരിച്ചു എന്ന് ചിന്തിച്ച് അവനെ അവിടെ ഇട്ടിട്ട് ആളുകൾ പോയി. Thinking that Saint Paul died, they left him there and went away. പൗലോസ് ഇതാ പട്ടണവാതിൽക്കൽ മരിച്ചു കിടക്കുന്നു എന്നറിഞ്ഞ് തന്റെ ശിഷ്യന്മാർ പൗലോസിനെ കാണുവാൻ വന്നു. Thinking that Saint Paul died and the corpse was at the gate, the disciples came to see him. അവരെല്ലാം വട്ടം കൂടി നിന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ആരംഭിച്ചു. They gathered around, started praying for him. പെട്ടെന്ന് പൗലോസിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇത് ഇറങ്ങി വരുന്നു. Suddenly the Spirit of God came to Paul. തന്റെ ജീവൻ തന്നിലേക്ക് മടങ്ങി വരുന്നു. His life was restored. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഈ സംഭവങ്ങൾക്ക് ശേഷമായി After this incident, ഏതാണ്ട് 14 വർഷം കഴിഞ്ഞപ്പോൾ, around 14 years passed by. 14 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് സംഭവിച്ച സംഭവം എന്തായിരുന്നു എന്ന് വിശുദ്ധ പൗലോസ് വ്യക്തമാക്കും. Saint Paul makes it clear as to what was the event that took place some 14 years ago. അതിന്റെ 3 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാം. Let's go through verses 3 onwards. ആ മനുഷ്യൻ പരദേശിയോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഇതാ മരണത്തോടുകൂടെ തനിക്ക് കിട്ടിയ ആ പറുദീസയുടെ അനുഭവമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. In this passage he speaks about the experience of paradise that he could visit following his death. ഇതാ മനോഹരമായ സന്തോഷം താൻ അനുഭവിക്കുന്നു. He experiences unspeakable joy. അവിടെ ചില ശബ്ദം അവൻ കേട്ടു. He heard some voice there. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to the word of God tonight. മരണത്തിന് ശേഷമായി ഇതാ ഒരു മനോഹരമായ സ്ഥലത്തേക്ക് നാം എത്തിച്ചേരുവാൻ പോകുകയാണ്. Following the death, we are going to reach a glorious place. ഈ നിത്യതയിൽ നമ്മുടെ കർത്താവിനോടുകൂടെ ആയിരിക്കണമെങ്കിൽ, In this eternity, to be ever with the Lord. ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ Today, while it on this earth, നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കണം. we must be with the Lord. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ, We write epistle to Timothy by Saint Paul. 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. 2 Timothy chapter 2 verse number 14. അവിടെ നാം എന്താ വായിക്കുന്നത്? What do you understand there? വായിച്ചാട്ട് 11-ാം വാക്യം. Verse 11. നാം അവനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. If we suffer, we shall reign with him. നമ്മുടെ കർത്താവിനോടുകൂടെ നാം എന്നും ഇരിക്കും. Forever, we are going to remain with the Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ, Book of Revelation chapter 3 verse number 21. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. It shall be granted to the overcomer so to sit with me in my own throne. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ, As I overcame and got seated with my heavenly Father in his own throne. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Beloved child of God, listening to the voice of God tonight. നമ്മുടെ ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നു. God has given us a promise.
തന്നോട് കൂടെ ഇരിപ്പാൻ. in order to be with him. ഈ പ്രത്യാശ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നതാണ്. This hope is able to wipe off our tears. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിലേക്ക് നാം വരുമ്പോൾ When we come to the book of Revelation, chapters 2 and 3, ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ നീണ്ട പട്ടിക നമുക്ക് അവിടെ കാണാം. we come across the list of the blessings promised unto the overcomers. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ജയിച്ചാൽ ദൈവം അതെല്ലാം നമുക്ക് ദാനമായി തരും. If you overcome, the Lord shall gift everything. നിത്യതയിൽ നമ്മുടെ ദൈവത്തോടു കൂടെ നാം ആയിരിക്കും. In eternity, we shall be with the Lord. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നിത്യതയിൽ നമ്മുടെ ദൈവം നമ്മെ മാനിപ്പാൻ In പോകുകയാണ്. eternity, the Lord is going to honor us. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന വിശുദ്ധന്മാർ നിത്യതയിൽ ആദരിക്കപ്പെടാൻ പോകുകയാണ്. The saints who are ministered to the Lord are going to be honored by the Lord in eternity. നിന്ദകളും കഷ്ടങ്ങളും അനുഭവിച്ച ദൈവമക്കൾ ഇതാ നിത്യതയിൽ ആദരിക്കപ്പെടാൻ പോകുകയാണ്. People of God who enjoyed sufferings and reproaches are going to rejoice with the Lord in eternity. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. Behold, the tabernacle of God is with അവൻ man. അവരോട് കൂടെ വസിക്കും. He is going to abide with them. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. He himself shall wipe off all tears from their eyes. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഈ വചനങ്ങൾ സത്യമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? In this assembly, how many believe this is a true word of God? അവർ മാത്രം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കട്ടെ. Such alone, close your eyes. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. Let us surrender ourselves to the word of God. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ Coming to John's Gospel, chapter 12, verse number 26. അവിടെ നമുക്കൊരു മനോഹരമായ വാക്യം കാണാം. We come across a beautiful verse. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രിയ പൈതലേ, Wherever a child of God who is praying by, lift the hand up. ഈ വചനമൊന്ന് ശ്രദ്ധിച്ചാട്ട്. Simply listen to this verse. അതിന്റെ 26-ാം വാക്യം. Verse 26. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. He that serves unto me shall be honored by the Father. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. The one who does the service unto me is going to be honored by the Father. നമ്മുടെ ദൈവം നമ്മെ എങ്ങനെയാണ് മാനിക്കുന്നത്? In which fashion does our God honor us? നമ്മുടെ ദൈവം ഏതെല്ലാം നിലയിൽ നമ്മെ മാനിക്കാമോ ആ നിലയിൽ നമ്മെ മാനിക്കും. In what all the possible ways one can be honored, the Lord is going to honor us. ഒരപ്പൻ തനിക്ക് ശുശ്രൂഷ ചെയ്ത മകനെ ആദരിക്കുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മെ ആദരിപ്പാൻ പോകുകയാണ്. Like a father who honors a son who ministers unto him, our God is going to honor us. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. അതേ നമ്മുടെ കർത്താവ് ഉണ്ടാക്കുന്ന ഒരു മനോഹരമായ ദിനമുണ്ട്. There's a beautiful day that the Lord is making. അന്ന് തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടുന്നൊരു ദിനം വരുവാൻ പോകുന്നു. The day is coming like the heifer coming out of the fold. We are going to leap with joy. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. നമ്മുടെ ദൈവം നമ്മെ ആദരിപ്പാൻ പോകുകയാണ്. Our God is going to honor us. ഒരിക്കൽ കണ്ണുനീരൊഴുക്കിയ ഒരു വിശുദ്ധൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ Once a son who shed tears was in the presence of God. ദൈവം അവനെ ആദരിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു മനോഹരമായ ദിനത്തെ ഒരുക്കി. God prepared a beautiful day in order to honor him. രട്ടിലും വെണ്ണീരിലും കിടന്ന മനുഷ്യൻ അത് മൊർദെഖായി ആയിരുന്നു. The man who was a sackcloth and ashes, he was none else but Mordecai. സർവശക്തനായ ദൈവം അവനെ ആദരിക്കുന്ന ഒരു ദിനം വന്നു. A day came in which the Almighty God honored him. രാജാവ് അവന്റെ ശത്രുവിനോട് ചോദിക്കുന്നു. The king was asking the enemy, രാജാവ് ബഹുമാനിക്കുന്ന പുരുഷനെ എന്ത് ചെയ്യണം? what must be done unto the man whom the king wants to honor? ഇവൻ ചിന്തിച്ചു, എന്നെയാണ് രാജാവ് ബഹുമാനിക്കുന്നത്. He thought he was going to be honored by the king. കിട്ടേണ്ടത് മുഴുവൻ അവൻ ചോദിച്ചു. All that is available, he demanded. രാജാവ് കയറുന്ന കുതിര വേണം, Thy majesty, thy horse, രാജകീയ കിരീടം വേണം, royal crown, രാജവസ്ത്രം വേണം, royal apparel. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇതെല്ലാം രാജാവ് അവന്റെ കയ്യിൽ കൊടുത്തു. The king handed over everything. രാജാവ് ബഹുമാനിക്കുന്ന പുരുഷന്റെ തലയിൽ കിരീടം വെച്ചു. The crown was laid upon the head of the person whom the king wanted to honor. രാജാവ് അവനെ ആദരിപ്പാൻ ആരംഭിച്ചു. The king started esteeming him. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലേ, Wherever child of God listening to the word of God tonight, ശത്രുവിന്റെ മുമ്പിൽ ദൈവം നിന്നെ അതേ മേശയൊരുക്കി മാനിപ്പാൻ പോകുകയാണ്. the Lord is going to honor you by preparing a table before your enemies. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തട്ടെ. Those who believe, lift your hands. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. Those who believe, worship the Lord. നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നു. Our Lord is talking with us tonight. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Let your heart not be troubled.
എന്നിൽ വിശ്വസിപ്പീൻ. Believe in me. എന്റെ പിതാവിൽ വിശ്വസിപ്പീൻ. Believe in my Father. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. There are many mansions in my Father's house. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. If not, I would have told you. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ, Once prepare the place for you. ഞാൻ ഇരിക്കുന്ന ഇടത്ത് The place where I am. നിങ്ങളെ ഇരുത്തേണ്ടതിന് You not to set you. വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. I'll come again, gather you unto myself. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. Those who believe, praise God. ഈ വചനത്തെ വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. Those who praise this word, worship God. ഉയർത്തെഴുന്നേറ്റ് യേശു ഇന്ന് രാത്രി നമ്മുടെ മധ്യയുണ്ട്. Resurrected Jesus, moving in our midst now. അവൻ അനേകരുടെ കണ്ണുനീർ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. He is wiping the tears of many. അനേകരുടെ വേദനയെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. He is dispelling the pain of many. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രിയ പൈതലേ, Beloved child who is praying by lifting the hand up. യേശു കാൽവറിയിൽ സാധ്യമാക്കിയ അതേ സൗഖ്യം The healing that Lord Jesus Christ effected on Calvary. അനുഭവിപ്പാൻ കഴിയാതെ നീ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നുവോ? Are you in the footsteps of the Lord without being able to experience it? യേശു ക്രിസ്തു കാൽവറിയിൽ സാധ്യമാക്കിയ വിടുതൽ The deliverance Jesus commanded on the cross of Calvary. അനുഭവിപ്പാൻ കഴിയാതെ നീ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നുവോ? Are you in the presence of God be not able to experience the same? യേശു കാൽവറിയിൽ സാധ്യമാക്കിയ അനുഗ്രഹം The blessing is effected on the cross of Calvary. അനുഭവിപ്പാൻ കഴിയാതെ നീ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നുവോ? Are you in the presence of God in which you are not able to experience? യേശു ഇന്ന് രാത്രി പറയുന്നു, Today Jesus says, ഇതാ ഞാൻ പോകുന്നു, behold, I go. നിനക്ക് വേണ്ടി കാൽവറിയിലേക്ക് പോകുന്നു, I go to Calvary for you. നിനക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. I go to prepare a place for you. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. യേശു സാധ്യമാക്കിയ വിടുതൽ The deliverance Jesus commanded, നമുക്ക് ആത്മാവിൽ സ്വന്തമാക്കാം. let us inherit in the Spirit. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കാം. Attain healing in the name of Jesus. യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടാം. Let's be delivered in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാം. Let's get blessed by the name of Jesus. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ You know, to wipe our tears. നമ്മുടെ യേശു വരുവാൻ പോകുകയാണ്. Jesus is going to appear. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, With the great shout. പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, The voice of great angel. ദൈവത്തിന്റെ കാഹളത്തോടെ With the stump of God. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. Shall come down from heaven. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ The saints who are dead in Christ. മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. Shall rise up first. പിന്നെ ജീവനോടെ ശേഷിച്ചവർ Those who remain alive. അവരോട് ഒരുമിച്ച് With him together. ആകാശത്തിൽ എടുക്കപ്പെടും. Shall be caught up in the mid sky. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. We are going to be ever with the Lord. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. Comfort one another with these words. യഹോവ സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷനാകും. The Lord's going to appear in glory. Bible is Zion. നമ്മുടെ കർത്താവിന്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. Let us believe the word of the Lord. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് Let's all close our eyes. ദൈവത്തെ നോക്കി നമുക്ക് കരയാം. Cry, looking unto the Lord. ഉയർത്തെഴുന്നേറ്റ് യേശു നമ്മെ ആശ്വസിപ്പിക്കട്ടെ. Resurrect Jesus. Let him comfort us. അവൻ നമ്മെ വിടുവിക്കട്ടെ. Let him deliver us. അവൻ നമ്മുടെ കണ്ണുനീർ കാണുന്ന ദൈവമാണ്. He is witness of our tears. ദൈവത്തെ നോക്കി നമുക്ക് കരയാം. Let us cry, looking unto the Lord. കരങ്ങൾ ഉയരട്ടെ, Lift your hands up. ശബ്ദം ഉയരട്ടെ. Lift your voice. നമ്മുടെ വിളിപ്പാടിലേക്ക് ഓടി വരുന്ന കർത്താവിനെ നമുക്ക് അനുഭവിക്കാം. Enjoy the Lord is coming at our call. അഭിഷേകം പ്രാപിച്ച പ്രിയ പൈതലേ, Wherever a child of God who received anointing, ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിപ്പിൻ. be filled in the Spirit and rejoice. ആത്മാവിൽ നിറഞ്ഞ് ആനന്ദിപ്പിൻ. Be filled in the Spirit and gladden. കാരാഗ്രഹ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, Apostle Paul refers to the epistle in the prison. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. Always rejoice in the Lord. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. Rejoice in the Lord evermore. ദുഃഖങ്ങൾ മറന്ന് നമുക്ക് സന്തോഷിക്കാം. Forget your sorrows, let us rejoice. ദുഃഖങ്ങൾ മറന്ന് നമുക്ക് ആനന്ദിക്കാം. Forget your sorrows, let us be gladdened. നമ്മുടെ കരച്ചിൽ കാണുന്ന ഒരു കർത്താവ്, This Lord who witnesses our tears. കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കർത്താവ്, This Lord who wipes out our tears. വിടുതൽ നൽകുന്ന ഒരു കർത്താവ് This Lord who commands our deliverance. ഇന്ന് രാത്രി നമ്മെ സഹായിപ്പാൻ You ought to help us tonight. തന്റെ കരം നമ്മുടെ മധ്യേ നീട്ടിയിട്ടുണ്ട്. Just stretch his hand in the midst of us. ആത്മാവിൽ നിറയുന്ന പ്രിയ പൈതലേ, Wherever a child of God get filled with the Spirit. ശക്തിയോടെ ആത്മാവിൽ നിറഞ്ഞുകൊള്ളുവീൻ. Be strengthened in the Spirit. ഇതാ പ്രാർത്ഥനയിൽ നിന്നെ സഹായിക്കുന്ന ദൈവകൃപ The grace of God is helping you in your prayer. നമ്മുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. Yes, moving in our midst right now. നീ ശത്രുവിനോട് കൽപ്പിക്കുകയാണ്. Command unto the enemy. നീ രോഗാത്മാവിനോട് കൽപ്പിക്കുകയാണ്. Command unto the sickness. നീ സ്തോത്രം ചെയ്യുമ്പോൾ, As you keep on praising, ദൈവശക്തി വ്യാപരിക്കുമ്പോൾ, the power of God is working. ആ വിടുതലിന്റെ കരം നീ അനുഭവിക്കുകയാണ്. You experience the hand of deliverance. സന്തോഷിച്ചുകൊള്ളുവീൻ. Rejoice in the Lord. സന്തോഷിച്ചുകൊള്ളുവീൻ. Rejoice in the Lord. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus.
കരച്ചിലിൻ കണ്ണുനീർ തുടച്ചിടുവാൻ ആരുമില്ലേ ഞങ്ങൾക്ക് ഈ മരുവിൽ. അരികിൽ വാ തിരുക്കരം പിരിച്ചിടുക, അനുഗ്രഹം തന്നു നടത്തിടുക. അരികിൽ വാ തിരുക്കരം പിരിച്ചിടുക, അനുഗ്രഹം തന്നു നടത്തിടുക. കരച്ചിലിൻ കണ്ണുനീർ തുടച്ചിടുക, ആരുമില്ലേ ഞങ്ങൾക്ക് ഈ മരുവിൽ. അരികിൽ വാ തിരുക്കരം അനുഗ്രഹം തന്നു നടത്തിടുക. അരികിൽ വാ തിരുക്കരം അനുഗ്രഹം തന്നു നടത്തിടുക. കരച്ചിലിൻ കണ്ണുനീർ തുടച്ചിടുക, ആരുമില്ലേ ഞങ്ങൾക്ക് ഈ മരുവിൽ. അരികിൽ വാ തിരുക്കരം അനുഗ്രഹം തന്നു നടത്തിടുക. അരികിൽ വാ തിരുക്കരം തന്നു നടത്തിടുക. അരികിൽ വാ തിരുക്കരം അനുഗ്രഹം തന്നു നടത്തിടുക. അരികിൽ വാ തിരുക്കരം അനുഗ്രഹം തന്നു നടത്തിടുക.